നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറങ്ങി പോടി. മാഡം, നിനക്കെന്നെ പുറത്താക്കാം. അതിനു മുൻപ് ഞാൻ നിന്നെ അഴിക്കുള്ളിലാക്കും. നീ പറയുന്ന ഫിക്ഷൻ ഉണ്ടല്ലോ, അത് ആര് വിശ്വസിക്കാനാ? പോലീസോ? എടി, പോലീസിന് ആവശ്യം തെളിവ, എവിഡൻസ്. അത്രയ്ക്ക് വിവരമില്ലേ നിനക്ക്? വിവരമില്ലാതെ സംസാരിക്കുന്നത് ഇപ്പൊ മാഡോ? എന്റെ കയ്യിൽ തെളിവുണ്ട്, എവിഡൻസ്. ഇപ്പൊ മനസ്സിലായോ ശ്രേയ? ഈ എവിഡൻസ് അക്കുച്ചേട്ടനെ പൂട്ടി വെച്ച പെട്ടിയിലുണ്ടായിരുന്നത്. ഇതില് മാഡത്തിന്റെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ. ആ പെട്ടി നീ ഓർഡർ ചെയ്തപ്പോ കടക്കാര് വാങ്ങിയ ആളുടെ പേരും അഡ്രസ്സും ഒട്ടിച്ചു വെച്ചു. ഇത് ശ്രദ്ധിക്കാതിരുന്നതാ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു മിസ്റ്റേക്ക്. ദൈവത്തിന്റെ അദൃശ്യമായ കൈകൾ. ഇത് കാണാതെ പോയത് നിന്റെ ബാറ്റിൽ. ഞാനിത് കണ്ടെത്തിയത് എന്റെ ഗുഡ് ലക്ക്. ഈ ഒരു എവിഡൻസ് പോരെ മാഡം മാഡത്തിന് അഴിയെണ്ണ? സ്വന്തം ഓഫീസിലെ സ്റ്റാഫിനെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയ നിനക്ക് നിന്റെ ജോലിയും പോവും, മാനവും പോവും. ആ, ഒരു 7 വർഷം ജയിലിൽ കിടക്കാം. ഈ ഒരു ചെറിയ പേപ്പർ കാരണം. അയ്യോ പാവം, ജയിലിലോട്ട് പോകാൻ അത്രയ്ക്ക് പേടിയാണോ മാഡത്തിന്? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അക്കുച്ചേട്ടനെ ജയിലിലാക്കാൻ നോക്കിയില്ല നീ. അതിനുള്ളതൊക്കെ നീ അനുഭവിക്കാൻ പോവാ. ആ, അപ്പൊ മാഡം ഞാൻ പോട്ടെ. ഇപ്പൊ കുറച്ചേ തിരക്കുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടെ എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പോലീസുകാരെ കൂട്ടിക്കൊണ്ട് വന്ന് മാഡത്തിനെ ഇവിടുന്ന് ആനയിച്ചു കൊണ്ടുപോയി ജയിലിലാക്കണം. പോട്ടെ മാഡം. കൈയെടുക്ക് മാഡം. ചാരു, നടന്നതൊക്കെ മറക്കണം. ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല. നിന്റെ ജീവിതത്തില് ഞാൻ ഇടപെടില്ല. നിന്നെ വിശ്വസിക്കാമോ എനിക്ക്? ഷുവർ ചാരു, എന്നെ വിശ്വസിക്കും പ്ലീസ്. ശരി, ഞാനിപ്പോ പരാതി കൊടുക്കുന്നില്ല. എന്റെയും അക്കുച്ചേട്ടനെ ജീവിതത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഒരു സമയത്ത് നീ അക്കുച്ചേട്ടനെ സ്നേഹിച്ചു. ആ സ്നേഹം സത്യമായിരുന്നോ നിന്റെ വാശിയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അക്കുച്ചേട്ടനോടുള്ള സ്നേഹോർത്ത് മാത്രം ഇപ്പൊ ഞാൻ ക്ഷമിക്കുന്നു.